ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കണ്ടത്. അതിലെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടക്കുകയാണെങ്കിൽ അതിൽ ചില റെമഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ റെമഡീസിൽ ചില പെനാൽറ്റി, അതേപോലെ എന്താണ് കോമ്പൻസേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ സൂട്ട് ഓൺ ക്വാണ്ടം മെറിറ്റിനെ കുറിച്ചിട്ടാണ്. സൂട്ട് ഓൺ ക്വാണ്ടം മെറിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞ ടേമിൻ്റെ അർത്ഥം എന്നതാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ലിറ്ററലി മീൻസ് ആസ് മച്ച് ആസ് ഏൺഡ്, എത്രയാണോ നിങ്ങൾ ഏൺ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓർ ഇൻ പ്രൊപ്പോർഷൻ ടു ദി വർക്ക് ഡൺ, വർക്ക് ചെയ്തതിൻ്റെ പ്രൊപ്പോർഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇൻ ലീഗൽ സെൻസ് ഇറ്റ് മേക്സ് payments in proportion to work done or reasonable value of work done or services rendered. That is, when a person has done some work under a contract and the other party repudiates the contract, or some event happens which makes the further performance of the contract impossible, then the party who has performed the work can claim remuneration for the work he has done already. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേർ തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അതിലൊരു പാർട്ടി അയാളുടെ ജോലി കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അടുത്ത പാർട്ടിക്ക് അത് ചെയ്യാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ, എത്ര വർക്കാണോ അതായത് വർക്ക് ചെയ്ത പാർട്ടി എത്ര വർക്കാണോ ചെയ്തത് അതിൻ്റെ എന്താണ് അർഹിക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അത് അർഹിക്കുന്ന കോമ്പൻസേഷൻ ആർക്ക് കൊടുക്കണം? ആ പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്രയാണോ വർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രൊപ്പോർഷനിൽ എന്ത് തരും? അതിന് അർഹതയുള്ള കാശായിട്ട് എന്താണ് മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ടാണ് പാർട്ടിക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ആരാ തരേണ്ടത്? അത് ഏത് പാർട്ടിയാണോ ഇത് കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തിരിക്കുന്നത് ആ പാർട്ടിയാണ് ഇദ്ദേഹത്തിന് ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് പറയുന്നത് ക്ലെയിം ഫോർ ക്വാണ്ടം മെറിറ്റ് ആണ്. ക്ലെയിം ഫോർ ക്വാണ്ടം മെറിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, വെൻ എ കോൺട്രാക്ട് ഈസ് ഫൗണ്ട് ടു ബി വോയിഡ്, കോൺട്രാക്ട് വോയിഡ് ആയിട്ട് കണ്ടെത്തുകയാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത്. According to section 65 of the Contract Act, when a contract is discovered to be unenforceable for some technical reason, any person who has received any advantage under such contract is bound to restore it or to make compensation for it to the person to whom he has received the advantage. Okay, അതായത് രണ്ടുപേർ തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, പക്ഷേ കോൺട്രാക്ട് വോയിഡ് ആയിരുന്നു, കോൺട്രാക്ട് എൻഫോഴ്സിബിൾ ആക്കാൻ പറ്റാത്തൊരു കോൺട്രാക്റ്റ് ആയിരുന്നു. അതിൽ ഒരാൾക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ്, അതർ പാർട്ടിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ് അത് തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ക്ലെയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. എം ഈസ് എംപ്ലോയിഡ് ആസ് എ മാനേജിംഗ് ഡയറക്ടർ ബൈ എ കമ്പനി അണ്ടർ എ റിട്ടൺ കോൺട്രാക്ട്. ആഫ്റ്റർ സം ടൈം ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് contract is void because the directors who appointed M were found to be unqualified. Here M is entitled to remuneration for the said period on the basis of quantum merit. അതായത് എം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഒരു കമ്പനി ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഹയർ ചെയ്യുന്ന നേരത്തെ ഇതിൻ്റെ ഡയറക്ടേഴ്സ് അവർ എന്തായിരുന്നു, ദേ വർ നോട്ട് ക്വാളിഫൈഡ് ടു ഹയർ ഹിം. അപ്പോൾ അതുകൊണ്ട് എമ്മിൻ്റെ എന്താണ് അപ്പോയിൻമെൻറ്റ് അസാധുവാക്കപ്പെടും. പക്ഷേ എം എത്ര കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ അത്രയും കാലത്തെ റെമ്യൂണറേഷൻ എമ്മിന് കിട്ടാൻ അർഹത ഉണ്ട്. ഓക്കെ, ഇതാണ് എക്സാമ്പിളിൽ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. വെൻ എനി ആക്ട് ഡൺ നോട്ട് ഗ്രേഷ്യസ്ലി ചെയ്യാത്ത ആക്ട് ആണെങ്കിൽ, ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 70 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, വേർ എ പേഴ്സൺ ഡസ് സം വർക്ക് ഫോർ ഓർ ഡെലിവർ സംതിങ് ടു അനദർ പേഴ്സൺ വിത്ത് the intention of receiving payment for the same, then the other person is bound to make payment if he accepts such services or goods or enjoys such their benefit. അപ്പോൾ നമ്മളിതിന് മുൻപ് ഇങ്ങനത്തെ ഒരു പോയിന്റ് കണ്ടിട്ടുണ്ട്, നോൺ ഗ്രേഷ്യസ് ആക്ടിവിറ്റി. അതായത് നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്, അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരെ നമുക്ക് ഭക്ഷണം തരുന്നത് സ്നേഹത്തോടു കൂടിയല്ല, അയാൾ എന്താണ് അതിനുള്ള ബില്ല് അടയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബില്ല് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ പറയുന്നത്, എ പുവർ ബോയ് ക്ലീൻസ് ദ കാർ of B to which the act B does not object. Here A is entitled for reasonable payment for his service. അതായത് ഒരു പാവപ്പെട്ടൊരു കുട്ടി, എ എന്ന് പറഞ്ഞൊരു കുട്ടി ബി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാറ് കഴുകി, പക്ഷേ അത് ബി തടഞ്ഞതുമില്ല. അപ്പോൾ എക്ക് ആ കാറ് കഴുകിയതിനുള്ള പ്രതിഫലം ബി കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, വെൻ എ കോൺട്രാക്ട് ഇസ് ഡിവിസിബിൾ. ഒരു കോൺട്രാക്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്താണെന്നുള്ളതാണ്. വെൻ എ കോൺട്രാക്ട് ഇസ് ഡിവിസിബിൾ ആൻഡ് ദി പാർട്ടി does not default have enjoyed the benefit of the performance, the party in default may sue on quantum merit. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കിയിട്ട് നമുക്ക് എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, എക്സാമ്പിൾ, എ കോൺട്രാക്ട് ടു ഡെലിവർ 500 bags ഓഫ് സിമെൻറ്റ്സ് ടു ബി. അതായത് എ
500 ബാഗ് സിമെൻറ്റ് ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഫോർ 1 ഒക്ടോബറിന് മുൻപായിട്ടാണ് കൊടുക്കാൻ പറഞ്ഞത്. ബട്ട് ഹി ഹാഡ് ഓൺലി 200 ബാഗ്സ് ഓഫ് സിമെൻറ്റ്സ് ബിഫോർ ദ ഡേറ്റ്. അതായത് ബിക്ക് 500 ബാഗ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡേറ്റിന് മുൻപായിട്ട് ആകെ 200 ബാഗേ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് നൺ ആഫ്റ്റർ ദാറ്റ് ഹി ഹാസ് ഗിവൺ നത്തിങ്. ഓക്കെ, ബി റീറ്റെയിൻ ദ സിമെൻറ്റ്. ബി സിമെൻറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഹിയർ എ ഇസ് എൻടൈറ്റിൽഡ് ടു റിസീവ് ദ പ്രൈസ് of 200 bags as they have been accepted by B, even though A is guilty of non-performance of the contract. A 500 ബാഗ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആകെ 200 ബാഗേ കൊടുത്തിട്ടുള്ളൂ സിമെൻറ്റ്. അതായത് ബാഗ് എന്ന് ഉദ്ദേശിച്ചത് ചാക്കാണ്. അപ്പോൾ 200 ചാക്കേ കൊടുത്തിട്ടുള്ളൂ, 500 ചാക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ഗിൽറ്റി ഓഫ് നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. അല്ലെ, എ 500 ബാഗ് കൊടുത്തിട്ടില്ല. ബട്ട് ബി ഹാസ് റീറ്റെയിൻ ദ 200 ബാഗ്സ്. ബി എന്താണ് ആ 200 ബാഗ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോൺട്രാക്ട് ഈസ് ഡിവിസിബിൾ. അല്ലെ, ആ ഡിവിസിബിൾ പോർഷൻ ബി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 200 ബാഗിൻ്റെ കാശ് എന്താണ് ബി എക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. വെൻ വൺ പാർട്ടി റെഫ്യൂസസ് ടു പെർഫോം. ഒരു പാർട്ടി എന്താണ് പെർഫോം ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. വെൻ എ പാർട്ടി ഓഫ് എ കോൺട്രാക്ട് പെർഫോംസ് എ പാർട്ട് ഓഫ് കോൺട്രാക്ട് ബട്ട് അബൻഡൻസ് ഇറ്റ് വിതൗട്ട് completing or refuses to perform the remaining part, then the other party can claim the compensation for the work done on the basis of quantum merit. Okay, അപ്പോൾ ഇതിനും നമുക്ക് ഉദാഹരണം നോക്കിയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. എ എൻഗേജ് ബി ആസ് എ ഡോക്ടർ ഹു ടു റൈറ്റ് ദി ഹെൽത്ത് മാഗസീൻ പബ്ലിഷ്ഡ് ബൈ എ മന്ത്ലി at a fee of rupees 15,000. After few issues, the monthly abandoned. In this case, B could recover the quantum merit for the work he has done under the contract. അതായത് ബി ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തോട് ഒരു ഹെൽത്ത് മാഗസീനിന് എന്താണ് എഴുതാനായിട്ട് പറഞ്ഞു. അതിൽ 15,000 രൂപ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഇഷ്യൂ ചെയ്തപ്പോഴേക്കും എന്താണ് മാഗസീൻ അബാൻഡൻ ചെയ്തു. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ബിക്ക് ചെയ്ത വർക്കിൻ്റെ എന്ത് കിട്ടാൻ ഇതിൻ്റെ അവകാശമുണ്ട്, റെമ്യൂണറേഷൻ കിട്ടാനുള്ള അവകാശം. എത്രയാണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. ഓക്കെ വെൻ ആൻ ഇൻഡിവിസിബിൾ കോൺട്രാക്ട് ഈസ് പെർഫോംഡ് ബാഡ്ലി. ഒരു ഇൻഡിവിസിബിൾ കോൺട്രാക്ട് പെർഫോം ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടാണെങ്കിൽ. ഓക്കെ, വെൻ ആൻ ഇൻഡിവിസിബിൾ കോൺട്രാക്ട് ഫോർ എ ലംസം ഹാസ് ബീൻ കംപ്ലീറ്റഡ് പെർഫോംഡ് ബാഡ്ലി, the person performing it is entitled to claim the whole amount, but the other party can make deduction for bad work. Okay, അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കാം. എക്സാമ്പിൾ നോക്കാം. A agrees to decorate B's jewelry shop for a lump sum of rupees 60,000 payable on completion in accordance with certain laid down requirements. A completes the work but B complains of faulty workmanship which can be rectified for rupees 12,000. Here A can recover 60,000 ലെസ് 12,000 ഫ്രം ബി. എ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീരിയർ ഡെക്കറേറ്ററാണ്. അപ്പോൾ ഇയാൾ ബീൻ്റെ ജ്വല്ലറി ഡെക്കറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന പ്രതിഫലം എന്ന് വെച്ചാൽ 60,000 രൂപയായിരുന്നു. ഓക്കെ, അപ്പോൾ ബിയുടെ ആവശ്യാനുസരണം എ അത് ചെയ്തില്ല. അപ്പോൾ ഡെക്കറേഷൻ മോശമായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ 12,000 രൂപ മതി. അപ്പോൾ എക്ക് ഈ 12,000 രൂപ കിഴിച്ചിട്ട് 60,000 നിന്ന് 12,000 കിഴിച്ചിട്ട് 48,000 രൂപ ബി കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്താണ് സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് നോക്കാം. ഇൻ are not in adequate remedy for the breach of contract. In such circumstances, the court direct the defaulting party to carry out the performance of the contract is specifically that is according to the terms of the contract. This is known as specific performance. അപ്പോൾ ഇവിടെ പറയുന്നത് ചില കേസസിൽ എന്താണ് ഡാമേജ് തന്നതുകൊണ്ട് എന്താണ് നഷ്ടം നികത്താൻ സാധിക്കില്ല. അത് കൃത്യമായി കോൺട്രാക്റ്റിൽ പറഞ്ഞ സാധനം പെർഫോം ചെയ്ത് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം കേസുകളിൽ കോടതികൾ എന്ത് പറയും, ഇത് എന്താണ് ചെയ്ത സംഗതി അല്ലെങ്കിൽ ചെയ്യാൻ വിചാരിച്ച സംഗതി കൃത്യമായിട്ടത് പെർഫോം ചെയ്തിട്ട് കൊടുക്കണമെന്ന് പറയും. ഓക്കെ, സ്പെസിഫിക് പെർഫോമൻസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യത്തിനാണ് ഇത് സ്പെസിഫിക് പെർഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാശായിട്ട് മോണിറ്ററി കോമ്പൻസേഷൻ കൊടുക്കല്ല ചെയ്യുന്നത്. എന്താണോ പെർഫോം ചെയ്യേണ്ടത്, സ്പെസിഫിക് ആയിട്ട് എന്താണോ പെർഫോം ചെയ്യേണ്ടത് അത് ഡിഫോൾട്ടിംഗ് പാർട്ടി അതായത് കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തിരിക്കുന്ന പാർട്ടി അത് വീണ്ടും അത് പെർഫോം ചെയ്ത് കൊടുക്കണമെന്ന് കോടതി പറയും. ഓക്കെ, അതാണ് സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കേസസ് ഓഫ് സ്പെസിഫിക് പെർഫോമൻസ്. ചിലത് എന്താണ് കേസസ് ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. According to Section 10 of the Specific Reliefs Act 1963, the court at their discretion order specific performance of contract. ഓക്കെ, അപ്പോൾ ചില എന്താണ് കേസസാണ് പറയുന്നത്. സ്പെസിഫിക് പെർഫോമൻസ് ചെയ്യേണ്ട കേസസ് ആണ്. അപ്പോൾ താഴെ പറയുന്ന കേസസ് ആണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം.
ഓക്കെ, വെൻ കോമ്പൻസേഷൻ ഇൻ മണി ഫോർ ഇറ്റ്സ് നോൺ പെർഫോമൻസ് വുഡ് നോട്ട് അഫോർഡ് ആഡ്വക്കേറ്റ് റിലീഫ്. അതായത് കൃത്യമായ റിലീഫ് എന്താണ് നമ്മുടെ ഇതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്താണ് മതിയാവാതെ വരിക, ഇന്നാഡ്വക്കേറ്റ് ആയിട്ട് വരിക. അതായത് ഒരു കോമ്പൻസേഷൻ കൊണ്ട് മാത്രം എന്താണ് റിലീഫ് കിട്ടാതെ വരുമ്പോഴാണ് അത് പെർഫോം ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് ഫസ്റ്റ് കേസ് പറഞ്ഞത്. ഒരു മോണിറ്ററി കോമ്പൻസേഷനെ കൊണ്ട് ഒരു റിലീഫ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണ് പെർഫോമൻസ് തന്നെ അവിടെ എന്താണ് കൃത്യമായിട്ട് എന്താണോ കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യേണ്ടത് അത് തന്നെ പെർഫോം ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസിൽ പറയുന്നത്. സെക്കൻഡ് കേസ് എന്താ പറയുന്നത് നോക്കാം. വേർ ദെയർ എക്സിസ്റ്റ് നോ സ്റ്റാൻഡേർഡ് ഫോർ അസർട്ടൈനിങ് ആക്ച്വൽ ഡാമേജസ് കോസ്ഡ് ബൈ നോൺ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. ഈ കോൺട്രാക്ട് നോൺ പെർഫോം ചെയ്യുന്നത് കൊണ്ട്, പെർഫോം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വരുന്ന ഡാമേജ് എന്താണ് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതെന്താണ് വീണ്ടും പെർഫോം ചെയ്ത് കൊടുക്കേണ്ടി തന്നെ വരും. അതാണ് സെക്കൻഡ് കേസ്. മൂന്നാമത്തെ കേസ്, വെൻ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് മോണിറ്ററി കൺസിഡറേഷൻ ഫോർ നോൺ പെർഫോമൻസ് ഓഫ് ദി ആക്ട് കനോട്ട് ബി ഒബ്റ്റൈൻഡ്. അപ്പോൾ ഇതിൻ്റെ മോണിറ്ററി കൺസിഡറേഷൻ കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, പെർഫോം ചെയ്ത് കൊടുക്കേണ്ടി തന്നെ വരും. ഓക്കെ, അപ്പോൾ ഈ കേസസിലൊക്കെയാണ് എന്ത് ഈ സ്പെസിഫിക് പെർഫോമൻസിൻ്റെ കണ്ടീഷൻസ് വരുന്നത്.